ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. നമുക്കിന്നൊരു മുട്ട മസാല ഉണ്ടാക്കിയാലോ? ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട മസാല. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക്, പിന്നെ 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് പെരിഞ്ജീരകം കൂടി ചേർക്കുക. ഒരു ടീസ്പൂണ് കണക്കാണ് ഞാൻ ചേർക്കുന്നത്, കടുക് പെരിഞ്ജീരകം എല്ലാം. അതിനുശേഷം കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റണം. അത് കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് നന്നായി വഴറ്റണം. ഉള്ളിയുടെ കളറ് നന്നായി മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറ് ഇപ്പോൾ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. അതിനുശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത് പോകുന്നത് വരെ നന്നായി വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ ഇതിൽ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അത് ഒന്ന് മൂടി വെക്കണം. അങ്ങനെ തക്കാളി നന്നായി ഉടഞ്ഞിട്ടുണ്ട്, അത് ഉള്ളിയൊക്കെയായി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ ഏകദേശം 2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും. വെള്ളം നമുക്ക് ചേർത്തതിന് ശേഷം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, 2 കപ്പ് വെള്ളം മാത്രമേ ഉണ്ടാവൂ അത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായി മാറും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 1/2 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഞാൻ 4 മുട്ടയാണ് പുഴുങ്ങാൻ വേണ്ടി ഇട്ടത്, പക്ഷേ 1 മുട്ട മോശമായി പോയിന്, അതുകൊണ്ട് അതെടുത്ത് ഞാൻ കളഞ്ഞ്. അതുകൊണ്ടാണ് ഇപ്പോൾ 3 മുട്ട മാത്രം. ഇനി നമുക്ക് അതൊന്ന് ലോ സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെക്കാം. അത് കുറച്ച് സമയം, അങ്ങനെ ഒരു 5 മിനിറ്റോളം അങ്ങനെ അടച്ച് വെച്ചിട്ട് വെക്കണം. ഇപ്പം മസാലയിലുള്ള വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. 2 കപ്പ് വെള്ളമല്ലേ നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ആ ബാക്കിയുള്ള വെള്ളവും കൂടി നന്നായി വറ്റിച്ചെടുക്കണം. ഞാനതിൻ്റെ മൂടിയൊക്കെ എടുത്തു മാറ്റി തുറന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ചേർക്കാം അതിൻ്റെ അകത്തേക്ക്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി. നമ്മളെ മുട്ട മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഈസി മുട്ട മസാല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.